നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ നിങ്ങളുടെ അവയർനെസ്സിനായിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക. പലരും പറയാറുണ്ട്, നമ്മുടെ ഡിസ്ക്ലൈമർ കൊടുക്കുമ്പോഴും ഇങ്ങനെ പറയുമ്പോഴും പലരോടും അവരുടെ അബ്യൂസസിനെ പറ്റി പറയുമ്പോൾ ബന്ധുക്കളും മാതാപിതാക്കളും ഒക്കെ പറയാറുണ്ട്, കണ്ടില്ലേ ഡോക്ടർ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ സ്വയം നിങ്ങൾ ഡയഗ്നോസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് അതിൻ്റെ ആ എക്സ്പേർട്ട് പറയുന്നതനുസരിച്ച് നിങ്ങൾ അബ്യൂസസിലൂടെ പോവുകയാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. സ്വയമായിട്ട് ഒരു കാര്യവും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കറിയാം, ഇതെല്ലാം ടെക്നിക്കൽ വേർഡ്സുകളാണ്, സൈക്കോളജിക്കൽ ടേംസ് ആണ്. ഇതെല്ലാം നമ്മൾ ഡിസോർഡേഴ്സിന് ഉപയോഗിക്കുന്നതാണ്. വെറുതെ എടുത്ത് നമുക്ക് സാധാരണ രീതിയിൽ സംസാരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അത് നമ്മൾ ചിലർ പറയുന്നത് അയാൾക്ക് ഡിപ്രഷനാണ്, അയാൾക്ക് ആൻസൈറ്റിയാണ്, അയാൾക്ക് നാർസിസമാണ് എന്ന് പറയുന്ന പോലെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ഒന്നും അല്ല ഇത്. അപ്പോൾ അങ്ങനെ എല്ലാവരും സെൻസിബിളായിട്ട് റെസ്പോൺസിബിളായിട്ട് ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഗ്യാസ് ലൈറ്റിംഗ് ബൈ പ്രോക്സിയാണ്. പ്രോക്സികൾ ഒത്തിരി നമ്മുടെ നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്സിലും നാർസിസിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഗ്യാസ് ലൈറ്റിംഗ് ബൈ പ്രോക്സി എന്ന് പറയുന്നത് അയാളല്ല, അയാൾക്ക് വേണ്ടി വേറൊരാൾ, മൂന്നാമതൊരാൾ ചെയ്യുന്നതാണ്. അതായത് വിക്ടിം ഉണ്ട്, അബ്യൂസർ ഉണ്ട്, പക്ഷെ മൂന്നാമതൊരാളാണ് ഈ ജോലി അയാൾക്ക് വേണ്ടി ചെയ്യുന്നത്. അവരെയാണ് നമ്മൾ ബൈ പ്രോക്സി എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് വേറൊരാൾ മരുന്ന് വാങ്ങിക്കാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു വ്യക്തിയാണ് നമ്മൾ പറയുന്നത് പ്രോക്സി എന്ന് പറയുന്ന ആൾ. അപ്പം ഈ ബൈപ്രോക്സി ആയിട്ട് വരുന്ന ആളായിരിക്കും നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ ഫ്ലൈങ് മങ്കി ആയിരിക്കാം, ഇവർ അപ്പോയിന്റ് ചെയ്യുന്ന ഏത് ഏജന്റുമായിരിക്കാം, ചിലപ്പോൾ ട്രയാങ്കുലേഷനുള്ള ആളായിരിക്കാം, എങ്ങനെയും ഉള്ള ആളുകളായിരിക്കാം. ഇവിടെ വരുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തി, അതായത് ഈ അബ്യൂസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആള്, അബ്യൂസർ ഒരു കാരണവശാലും നിങ്ങളെ ഗ്യാസ് ലൈറ്റ് ചെയ്യില്ല. അയാൾ വളരെ പാവം പോലെ എങ്ങനെ ഇരിക്കും, പക്ഷെ ഹി യൂസസ് ദി അതർ പേഴ്സൺ ടു ഗ്യാസ് ലൈറ്റ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് മോർ കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ പറയുകയാണെങ്കിൽ നമുക്ക് കാര്യകാരണ സഹിതം ചിലപ്പോൾ പറഞ്ഞു നിൽക്കാനായിട്ട് പറ്റും. പക്ഷെ വേറൊരാൾ വന്ന് പറയുമ്പോൾ നമുക്കത് പറഞ്ഞു നിൽക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകും. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ മൂന്നാമതൊരാളെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, അവർ പോലും പറയുന്നത് അങ്ങനെയല്ലേ എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ പുറത്തു പോയി, നമ്മൾ ലേറ്റ് ആയിട്ട് വന്നു, അന്നേരം വീട്ടിൽ ഭക്ഷണത്തിന് പകരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, ആ കഥയായിരിക്കാം ഈ പ്രോക്സിയോട് പറയുന്നത്. നമ്മൾ പ്രോക്സി പറയും, വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാതെ നിങ്ങൾ പുറത്തു പോയാൽ അതുകൊണ്ടല്ലേ അന്നേരം ആ പുള്ളിക്ക് ദേഷ്യം വന്നത്, പുള്ളി ദേഷ്യപ്പെട്ടതെന്നുള്ള രീതി നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവരെ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. പിന്നെ അവരുടെ മൈൻഡ് സെറ്റ്, അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. പക്ഷെ ഇവിടെ അബ്യൂസർ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയില്ല, വേറൊരു വേറൊരാൾ വഴിയായിരിക്കും പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒത്തിരി പേരെ കാണാൻ പറ്റും കേട്ടോ നമ്മുടെ ചുറ്റിനും. നമ്മൾ ചിലപ്പോൾ അറിയാതിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ഒരു കൊളീഗ് പറയുന്നത്, എടോ ഇങ്ങനെ കേട്ടുള്ളൂ, താൻ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ അത് പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ, ഇങ്ങനെ ചെയ്തിട്ടല്ലേ അങ്ങനെ പ്രശ്നം വന്നേ എന്നുള്ള രീതിയിൽ. നിങ്ങളിപ്പോൾ ഓഫീസിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഓരോരുത്തരും അങ്ങനെ നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനി എവിടെയാണെങ്കിലും, നമ്മുടെ പേരൻസിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പേരൻസ് എന്തെങ്കിലും ഇതാക്കി കഴിഞ്ഞാൽ വേണേൽ സഹോദരനോ അല്ലെങ്കിൽ കസിനോ ഒരു അങ്കിളോ ആൻറ്റിയോ ആരെങ്കിലും ഒക്കെ ബൈപ്രോക്സികളായിട്ട് നമ്മളെ ഗ്യാസ് ലൈറ്റ് ചെയ്യാറുണ്ട്. ഇനി ഹസ്ബൻഡും വൈഫും റിലേഷൻഷിപ്പിലും നമുക്കിത് കാണാനായിട്ട് പറ്റും. പലപ്പോഴും ബൈപ്രോക്സികളായിട്ട് ഇവർ ഉപയോഗിക്കുന്നത് നമുക്ക് നോ പറയാൻ പറ്റാത്ത വ്യക്തികളോ, അതല്ലെങ്കിൽ നമ്മളെ ശരിക്കും ഒന്നിലെ നമ്മുടെ മേളിൽ ഒരു പവർ ഉള്ള വ്യക്തികൾ, പൊസിഷൻ പവർ, അതായത് ഫാദർ, മദർ, ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ പറയാണ് ബോസ്, അല്ലെങ്കിൽ ഒരു റിലീജിയസ് ഗുറൂസ്, അങ്ങനെയുള്ളവരൊക്കെ. ഇപ്പം ഇവരൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർ, നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്തോ ഒരു ഫീല് തോന്നുന്നവരായിരിക്കും. അപ്പോൾ അവർ നമ്മളോട് വന്നിട്ട് നമ്മൾ ചെയ്തത് ശരി. ഇപ്പം ഒരു ഫ്രണ്ട്, നമ്മളെ നല്ലപോലെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു ഫ്രണ്ടാണ് നമ്മളോട് പറയുന്നത്. ആ ഫ്രണ്ട് ചിലപ്പം നമ്മളുടെ ഹസ്ബൻഡിനെ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയണത്, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ ചിലപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നെ ഗ്യാസ് ലൈറ്റ് ചെയ്യാനായിട്ട്.
അത് നീ പറഞ്ഞത് ശരിയായില്ല, അവരോട് അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്തത് നീ ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് അത് മനസ്സിലാകില്ല, മറ്റേ വ്യക്തി ഇവരോട് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം വളച്ചു കെട്ടിയാണ്. അതായത് ഇവർക്ക് നല്ല ചാമിങ് ആണ്, മാനിപ്പുലേറ്റ് ചെയ്യാൻ നല്ല കഴിവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഇത് വന്നു കഴിയുമ്പോഴത്തേനും ഇവരതിലാണ് വിശ്വസിച്ചിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ഗ്യാപ്പ് പോലും കിട്ടില്ല കയറിയിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറയാനായിട്ട്. പിന്നെ നമ്മൾ തമ്മിൽ വഴക്കാവും. നമ്മൾ പറയും അന്നാ ഇനി അവൾ പറയുന്ന കേട്ട് അങ്ങനെ ഇരുന്നു, എന്നെ കേൾക്കണ്ട. അപ്പോൾ അവർ പറയും കണ്ടോ ഇതാണ് നിന്റെ കുഴപ്പം, ഇത് തന്നെയാണ് നീ അവിടെ ചെയ്തത്. അപ്പം നമ്മളിവിടെ റിയാക്റ്റീവ് അബ്യൂസിലേക്ക് പോകുമ്പോൾ അവിടെയും നമ്മൾ പിന്നെയും പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്യാസ് ലൈറ്റിംഗ് ബൈ പ്രോക്സി, ഗ്യാസ് ലൈറ്റിംഗ് നേരിട്ട് ചെയ്യുന്നേക്കാളും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത്, നമുക്ക് നമ്മുടെ മേളിൽ പവർ ഉള്ളവർ പറയാ, ബോസ് പറയാ, അല്ലെങ്കിൽ റിലീജിയസ് ഗുരുസ്, അവിടെയാണ് എൻ്റെ പൊന്ന് ദൈവമേ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പള്ളിയിലെ അച്ഛന്മാരെ പിടിക്കുക, പൂജാരിമാരെ പിടിക്കുക, അങ്ങനെയുള്ളവരെ എല്ലാം പിടിച്ചിട്ട് അവിടെ ഭയങ്കരമായിട്ട് ഇവർ വ്യക്തിം കളിച്ചിട്ട് ഭയങ്കരമായിട്ട് അവരെ മാനിപ്പുലേറ്റ് നമ്മളോട് പറയാനായിട്ട് പറയും. അപ്പൊ അവര് നമ്മളോട് സംസാരിക്കുമ്പം ഈ ബഹുമാനവും ഇവരിങ്ങനെ അവരോടൊക്കെ നമുക്ക് കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, നമുക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻസും എല്ലാം വരും. അതുപോലെ തന്നെ വേറൊരു കൂട്ടരാണ് നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടത്, അവർ പോകുന്ന സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, അങ്ങനെയുള്ളവർ. അവർക്ക് പവർ ഉണ്ടെന്നറിയാം. ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിലാണ് എന്ന് ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നമ്മളെ അവർ വിളിച്ചിട്ട് ചിലപ്പോൾ സംസാരിക്കും. ഒരു കൗൺസിലേഴ്സും ഒരു സൈക്കോളജിസ്റ്റും ഒരാളെയും ഫോൺ ചെയ്യാൻ പാടില്ല. ശരിക്കുമുള്ള പ്രാക്ടീസിൽ ഇപ്പൊ ഒരു ഹസ്ബൻഡാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ എൻ്റെ അടുത്ത് ഹസ്ബൻഡാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അയാൾ പറയുന്നത് കേട്ട് ഭാര്യയെ വിളിക്കാൻ പാടില്ല, മക്കളെ വിളിക്കാൻ പാടില്ല, അവരെ അപ്പനെയും അമ്മയും ഒന്നും വിളിക്കാൻ പാടില്ല. അത് വളരെ മൈനർ ആയിട്ടുള്ളവരാണെങ്കിലാണ് നമ്മൾ പേരൻസിനെ ഇൻക്ലൂഡ് ആക്കുന്നത്. 18+ ഉള്ള ആരും അവരുടെ സമ്മതമില്ലാതെ നമുക്ക് ആരോടും ഒന്നും പറയാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും കാണാറുണ്ട്, പലരും എന്നോട് പറയാറുണ്ട്, ഹസ്ബൻഡിന്റെ സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചു, ഭാര്യയുടെ സൈക്കോളജിസ്റ്റ് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ കൗൺസിലേഴ്സ് എന്നെ വിളിച്ചിട്ട് അവരെന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് കുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഭർത്താവിനെതിരായിട്ട് നിങ്ങൾ എന്തിനാണ് കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്, അല്ലെ നിങ്ങൾ എന്തിനാണ് എപ്പോഴും നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്, അതുകൊണ്ടല്ലേ നിങ്ങളുടെ ഹസ്ബൻഡിന് പ്രശ്നം വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യാൻ പാടില്ല, ഒരു കൗൺസിലറും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയുടെ പെർമിഷൻ ചോദിക്കാതെ അയാളോട് സംസാരിക്കാൻ പാടില്ല. ഇപ്പൊ എൻ്റെ അടുത്തൊരു ഒരു വ്യക്തി, എൻ്റെ അടുത്തൊരു ക്ലയന്റ് വരികയാണെങ്കിൽ ക്ലയന്റ് പറയാണ്, മാം എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കൂ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കില്ല. എൻ്റെ ഭാര്യയോട് ഞാൻ പറയും ഞാൻ സംസാരിക്കില്ല, ഞാനല്ല സംസാരിക്കേണ്ടത്, അത് നിങ്ങളാണ് സംസാരിക്കേണ്ടത്. നിങ്ങളാണ് അവരോട് പറയേണ്ടത്, എൻ്റെ സൈക്കോളജിസ്റ്റിന് അല്ലെ എൻ്റെ കൗൺസിലറിന് നിങ്ങളെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു, നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്നാൽ അവരുമായിട്ടൊരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു പെർമിഷനിൽ അവർ തമ്മിലുള്ള എഗ്രിമെന്റിലാണ് അവരെ ഒരു സൈക്കോളജിസ്റ്റ് എടുത്തോ കൗൺസിലർ എടുത്തോ വരാൻ പറ്റുക. അതല്ലാത്ത അവസ്ഥയിൽ നമ്മൾ തോന്നുകയാണ് ഈ ക്ലയന്റ് എന്ന് പറയുന്ന ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും സെൽഫ് ഹാമിങ്ങിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ, അല്ലെങ്കിൽ നമുക്കറിയാം അത്രയും എമർജൻസി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ വേറൊരാളെ വിളിച്ചിട്ട് സംസാരിക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുകയും. നിങ്ങളെ ഒരു കൗൺസിലർ അങ്ങനെയൊക്കെ വിളിക്കുകയാണ്, അങ്ങനെ ഒരിക്കലും ഒരു കൗൺസിലറോ ഒരു സൈക്കോളജിസ്റ്റോ വിളിക്കാൻ പാടില്ല. അങ്ങനെ ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റും ഒരു കൗൺസിലേഴ്സും അങ്ങനെ ചെയ്യില്ല. അവർ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ മാത്രമേ പോകത്തുള്ളൂ. ആ ക്ലയന്റിനോട് മാത്രമേ നമ്മൾക്ക് എഗ്രിമെന്റ് ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അതിന് പുറത്തുള്ളവരാണ്. അപ്പം എഗ്രിമെന്റ് ഉള്ള ക്ലയന്റ് വേറൊരാളോ സംസാരിക്കുന്നു പറയുമ്പോൾ അവിടെ ഒരു പെർമിഷൻ എടുക്കലും എഗ്രിമെന്റ് എടുക്കലും ആർ യു ഓക്കെ വെൻ ഐ ആം ടോക്കിംഗ് എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ പലപ്പോഴും ഇതുപോലുള്ള ആളുകളുടെ കേട്ടിട്ട് ഈ ബൈപ്രോക്സി ആയിട്ട് പലപ്പോഴും കൗൺസിലേഴ്സിനും സൈക്കോളജിസ്റ്റിനും അങ്ങനെ വരുന്ന ചില സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് അല്ലെ കൗൺസിലേഴ്സ് പറയുമ്പോൾ നമ്മൾ അതോറിറ്റി ആയിട്ട് കൊടുക്കുന്നതാണ്, അവർക്ക് ഇതിനെ പറ്റിയൊക്കെ അറിയാം. അപ്പം നമ്മളൊരു ഡോക്ടറോട് സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊഫഷനോട് സംസാരിക്കുന്ന പോലെ അപ്പോൾ പ്രൊഫഷണലി നമ്മൾ ഇവർക്ക് വാല്യൂ കൊടുക്കും. അപ്പൊ ഇവർ വന്നിട്ട് നമ്മളെ ഗ്യാസ് ലൈറ്റിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ അവർ പോലും അറിയാതെ കേട്ടോ അവരെ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളവർ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അവരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലാവുമ്പോഴത്തേനും ഇവർ വിളിച്ചിട്ട് മറ്റേ ആളോട് സംസാരിക്കുമ്പോൾ, അതായത് വിക്റ്റിമായിട്ടുള്ള ആളായിരിക്കും ഇവിടെ, അപ്പം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തു എടുത്തു, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അയ്യോ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്തില്ല എന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ
അവിടുന്ന് ഇവർ ചിലപ്പം ഈ കൗൺസിലേഴ്സ് സൈക്കോളജിയും പല കാര്യങ്ങളും ഈ അബ്യൂസീവ് ആയിട്ടുള്ള ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളപ്പോഴെല്ലാം അവർ മാനിപ്പുലേറ്റ് ആയിരിക്കും മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവർ സംസാരിക്കുന്ന അതിന്റെ ബേസിസിലായിരിക്കും. അപ്പൊ പലപ്പോഴും വിക്ടിംസിന് കംപ്ലീറ്റ് ആയിട്ട് അവരവിടെ തകർന്നു പോകാറാണ് സാധാരണ പതിവ്. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർക്ക് അതിനകത്ത് പിന്നെ അവർ സ്റ്റാർട്ട് ടു ക്വസ്റ്റ്യൻ ദംസെൽവ്സ്, യു ഞാനാണോ ഇനി കാരണക്കാരൻ, ഇവരെന്താ ഇങ്ങനെ പറയണേ, ഇത് അങ്ങനെ ആയതുകൊണ്ടാണോ സംഭവിച്ചത് എന്നുള്ള രീതിയിലേക്ക് അവരാകാനായിട്ട് തുടങ്ങും. ചിലപ്പോൾ നമ്മളുടെ ഭയങ്കര ക്ലോസ് കൂട്ടുകാരിയായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിലൊക്കെ കൂടെ നിന്ന ഒരാളായിരിക്കാം. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ചിലപ്പോൾ നമുക്ക് ആ കൂട്ടുകാരി നമ്മളോട് പറയും, നീ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നു, അല്ലെ നീ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതിയായിരുന്നു, നിനക്ക് അന്നേരം എന്തുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ രീതി ചെയ്യാൻ തോന്നിയത്, അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു നിനക്ക് എവിടെയും എന്തോ ഒരു കുഴപ്പം, നിനക്കൊരു ആങ്കറിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ 1-2 പ്രാവശ്യം ഞാൻ നിന്നെ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടായിരുന്നു നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്, നീ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടാണോ നിന്റെ ഹസ്ബൻഡ് അങ്ങനെ പെരുമാറിയത്, ഇങ്ങനെ വരും. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ മറ്റേ സൈഡിൽ നിന്ന് ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ട് ചില ഇവന്റ്സുകൾ അവരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അന്ന് ടൂർ എല്ലാവരും കൂടെ പോയപ്പോൾ നീ ഒബ്സർവ് ചെയ്തില്ലായിരുന്നു ഇവളുടെ ഒരു സ്വഭാവം, അന്ന് ഇവളിങ്ങനെ കാണിച്ച് കണ്ടോ, അവിടെ അവൾ അത്രയും കാണിച്ചു, അപ്പോൾ വീട്ടിലെ നീ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ ആയിരിക്കും കാണിക്കുന്നത് എന്നും പറഞ്ഞൊക്കെ ആയിരിക്കും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഈ നാർസിസിസ്റ്റ്. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരപ്പം അതെടുത്തിട്ട് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മളെ അവർ ഗ്യാസ് ലൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര പ്രയാസവും ആവും. ഇപ്പം ഗ്യാസ് ലൈറ്റിംഗ് ബൈ പ്രോക്സിയിൽ നമുക്ക് 2 രീതിയിലാണ് ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത്. ഒന്ന് റിലീജിയസ്ലി കൾച്ചറലി ഉയർന്നിരിക്കുന്ന ആളുകൾ, പിന്നെ നമ്മൾ പവർഫുൾ ആയിട്ടിരിക്കുന്ന നമ്മളുടെ ടീച്ചേഴ്സ്, നമ്മുടെ ബോസസ്, ഇവരൊക്കെ നമ്മളോട് പറയുമ്പോൾ, പിന്നെ നമുക്ക് വരുന്ന ഇമോഷണലി നമ്മളുമായിട്ട് കണക്ട് ആകുമ്പോൾ നമ്മൾ വളരെ ഇതായിട്ടിരിക്കുന്ന വളരെ ക്ലോസ് ആയിരിക്കുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി വിശ്വസിക്കുന്ന ഒരാൾ, നമ്മളോട് ക്ലോസ് ആയിരിക്കും നമ്മുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ നമ്മളുടെ ഒരു നല്ല ഫ്രണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കളുമായിരിക്കാം. അപ്പൊ ഇങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ളവരെയും ബൈപ്രോക്സികളാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. അപ്പം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നേരിട്ടുള്ള ഗ്യാസ് ലൈറ്റിംഗ് മാത്രമല്ല നിങ്ങൾക്ക് കിട്ടുക, ബൈപ്രോക്സി ആയിട്ടുള്ള പ്രോക്സിയിലൂടെയും നിങ്ങൾക്ക് ഗ്യാസ് ലൈറ്റിംഗ് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ട്രാറ്റജീസ് എല്ലാം സ്ട്രോങ് ആക്കിയിട്ട് അതിലെങ്ങനെ അവരെ ഹാൻഡിൽ ചെയ്യണമെന്നും അതിനകത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കാതെ വിഷമിക്കാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റണം. ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും നല്ല പീസ്ഫുൾ ആയിട്ട് ഹാപ്പി ആയിട്ട് പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന് ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ.